പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങൾക്കിപ്പോൾ കുറച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹോട്ടലുണ്ട്, ബേക്കറി ഉണ്ട്. ഞങ്ങൾ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കലാണ്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൊണ്ടാട്ടം ചെയ്യും ഞങ്ങൾ. ഇപ്പം ഞാൻ ഈ വീഡിയോയിലേക്ക് ഒരു വീഡിയോ കൊണ്ടുവരാൻ കാരണം ഞങ്ങൾ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ഐറ്റമാണ് കൊണ്ടാട്ടം. കപ്പ കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം. ഈ കപ്പ കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് മുളകുണ്ട്, പച്ചമുളക്. ഇതുണ്ടാക്കണ വിധം കപ്പ കൊണ്ടാട്ടത്തിൽ നമ്മൾ കപ്പപ്പൊടി കുറുക്കിയിട്ട് ഞങ്ങൾ നേരിട്ട് കപ്പപ്പൊടി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിച്ചെടുത്തിട്ട് അത് കുറുക്കിയെടുത്ത് നമ്മൾ ജീരകമോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിലിടാം. എന്നിട്ട് നമ്മൾ കപ്പ കൊണ്ടാട്ടം ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെയാണ് അതിനകത്ത് കുറച്ച് പച്ചമുളകും കൂടെ നമ്മൾ ഇതാക്കി ഇടുന്നതാണ് മുളക് കൊണ്ടാട്ടം. അപ്പം എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്, കുറച്ചൊരു എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടമാവും. പിന്നെ ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ ആരും തന്നെ എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല അധികമായിട്ട്. കൊളസ്ട്രോൾ അതൊക്കെ കാരണം എണ്ണ അധികം ഉപയോഗിക്കത്തില്ല. അപ്പം നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ചോറിൻ്റെ കൂടെ ഒരു പപ്പടം അതുപോലൊരു ഐറ്റം ചായയുടെ കൂടെ എന്തെങ്കിലും കൊടുക്കണം എന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും. കാരണം ഇത് ഒരു വർഷത്തോളം നമുക്ക് കേടുകൂടാതെ ഇരിക്കും. നമ്മളൊരു ഡെപ്പിക്കകത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. പൂപ്പലടിക്കാൻ തണുപ്പടിച്ചാൽ മാത്രമേ ഇതിന് പൂപ്പലടിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വർഷത്തോളം ഇതൊരു കേടുമില്ലാതിരിക്കും. ഇടയ്ക്കൊന്ന് വെയിലത്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഈ പപ്പടമൊന്നും അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു ഡെപ്പിക്കകത്ത് കുറച്ച് മേടെ 1 കിലോ എല്ലാം നമ്മളൊരു മേടിച്ചൊരു പാത്രത്തിൽ ഇട്ടാൽ നമുക്ക് മഴ വരുമ്പോഴും ഒക്കെ നമുക്കിത് എടുത്ത് വറുത്ത് നമുക്ക് അത്യാവശ്യം മാത്രം എടുത്ത് വറുത്താൽ മതി. ബാക്കി അതുപോലെ അവിടെ ഇരുന്നോളൂ. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ഈ തുറവൂരാണ് കൂടുതലുണ്ടാക്കുന്നത്, കൊച്ചിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. ഇത് വളരെ ഒരു ടേസ്റ്റാണ്. കുറച്ച് എണ്ണ മതി. ആ എണ്ണയ്ക്കൊക്കെ നമ്മൾ വറുത്തിതെടുത്ത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എൻ്റെ കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കപ്പപ്പൊടി കിട്ടുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ കളറ്. നമുക്ക് കപ്പപ്പൊടി കുറച്ച് കറുപ്പാണെങ്കിൽ അത് കറുത്ത് ഇരിക്കും. ഞങ്ങളതുകൊണ്ട് മേടിച്ച് പൊടിക്കലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് ഞങ്ങളുടെ കയ്യിൽ വാങ്ങാൻ കിട്ടും. ഇത് മാത്രമല്ല കൈപ്പഞ്ചീരക കൊണ്ടാട്ടമുണ്ട്. കൈപ്പഞ്ചീരക എന്ന് വെച്ചാൽ ഉഴുന്നൊക്കെ ഇടുന്നതാണ്. ഉഴുന്നൊക്കെ ഇട്ടുണ്ടാക്കുന്ന കൈപ്പഞ്ചീര ഇട്ടുണ്ടാക്കുന്ന കൊണ്ടാട്ടമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ JSKK ഹോട്ടലിൽ നമ്പറൊക്കെ ഉണ്ട്. ഗൂഗിൾ മാപ്പ് ഉണ്ട്. അതിൽ സെർച്ച് ചെയ്താൽ വേണമെങ്കിൽ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സാധനം എത്തിച്ചേരുന്നതാണ്. അടുത്തൊക്കെയാണ് ഞങ്ങൾ എത്തിച്ചേരാം. പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ രാവിലെ എല്ലാ ദിവസവും ഇഡ്ഡലി, ദോശ, വെള്ള ചട്നി, പിന്നെ മുളക് ചട്നി, സാമ്പാർ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിഭവം എന്ന് പറയുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ മുരിങ്ങയില ദോശ, ക്യാബേജ് ദോശ, അങ്ങനെ വെറൈറ്റി എന്തൊക്കെയാണോ അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ. പിന്നെ ഇവിടെ ചേമ്പലപ്പം ഞങ്ങൾ ചെയ്തു കൊടുക്കും. ചേമ്പലപ്പം വേണ്ടവർ ഓർഡർ ചെയ്താൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്പറൊക്കെ താഴെ നമ്പറിൽ വിളിച്ച് നിങ്ങൾ പറഞ്ഞ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ചേമ്പലപ്പം ഉണ്ടാക്കുമ്പോൾ അത് മുരിച്ച് ചേമ്പലപ്പത്തിൻ്റെ കഷ്ണം മുരിച്ച് കൊടുക്കുന്നതും ഉണ്ട്. കമന്റ് ബോക്സിൽ ഉണ്ടാവും. കമന്റ് ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പം എല്ലാം ഒരുമാതിരി ചെയ്യുന്നു. ഞുറുക്ക്, ഉണ്ണിയപ്പം, സമോസയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അത് ഓർഡർ ചെയ്യണം. ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മസാല ആയിക്കോട്ടെ, പിന്നെ പപ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾ ഇടയ്ക്ക് വെറൈറ്റി ഉണ്ടാക്കും. പിന്നെ പാനിപൂരി ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് ഇവിടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓർഡർ ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് തരാൻ മതി JSKK ഹോട്ടൽ TD. അപ്പം നിങ്ങൾക്ക് സ്ഥലവും കിട്ടും. ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന. ഇഡ്ഡലിക്ക് 8 രൂപ, ദോശ 10 രൂപ. പിന്നെ കടികളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കും. പരിപ്പ് വട, സമൂസ, കട്ട്ലേറ്റ്, പഴംപൊരി, എല്ലാ ഐറ്റങ്ങളും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കും. ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ, ബോണ്ട എല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. താങ്ക് യു. ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.